ഹലോ കൂട്ടുകാരെ, CSEB എക്സാംസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നബാർഡ് എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ എക്സാംസ് എടുത്താലും കോപ്പറേറ്റീവ് മേഖലയിലെ ജൂനിയർ ക്ലർക്ക് ആണെങ്കിലും അസിസ്റ്റന്റ് സെക്രട്ടറി JCA പോലുള്ള PSC എക്സാംസിനാണെന്നുണ്ടെങ്കിൽ പോലും നബാർഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അപ്പോൾ നമുക്കിന്ന് നബാർഡിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് കുറേ എക്സാംസിന് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ജൂലൈ 12, 1982 1982 ജൂലൈ 12 നബാർഡ് വന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് എപ്പോഴും വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് എന്നുള്ളത് ഉള്ളിലേക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പൊ നബാർഡിന്റെ ഫുൾ ഫോം തന്നെ ആദ്യം നോക്കാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നബാർഡിന്റെ ഫുൾ ഫോം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഫുൾ ഫോം എന്താണെന്നുള്ളത്. അപ്പോൾ നാഷണൽ ബാങ്ക് എന്ന് തന്നെ കൊടുക്കണം കേട്ടോ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇനി ഈ ഒരു ആക്ട് പാസ് ചെയ്തത്, നബാർഡ് ആക്ട് പാസ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്? 1981. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 82 കെയിം ഇൻ ടു ഫോഴ്സ്, അല്ലെങ്കിൽ വന്നത് 1982. അപ്പൊ എന്തായിരിക്കും ആക്ട് എന്ന് പറയുന്നത്? അതിന്റെ മുന്നത്തെ വർഷം 1981 ആക്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നബാർഡിന്റെ ബില്ല് പാസ് ചെയ്തിട്ടുള്ളതും 1981. ആക്ടും ബില്ലും അപ്പോൾ ഒരുമിച്ചാണെന്ന് ഓർത്താൽ മതി. പിന്നെ ഇത് വന്നിട്ടുള്ളത് എന്തായിരിക്കും? തൊട്ടടുത്ത വർഷം 12 ജൂലൈ 1982. ഇത്രയാണ് വരുന്നത്. പിന്നെ 1982 ഒന്നും കൂടി നമുക്ക് ഓർമ്മിച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ക്രെഡിറ്റ്. അതുവരെ RBI ആണ് എല്ലാ റൂറൽ ക്രെഡിറ്റും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് റൂറൽ മേഖലയിലേക്കുള്ള എല്ലാ ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന RBI ആയിരുന്നു. 1981 നമ്മുടെ നബാർഡിന്റെ ആക്ട് വന്നല്ലോ. അതിനെ തുടർന്ന് 82 നബാർഡ് വന്നു. അപ്പൊ എന്ത് ചെയ്തു? RBI തന്റെ റൂറൽ ക്രെഡിറ്റ് ഫുള്ള് ഇനി നബാർഡ് നോക്കിക്കോ എന്നുള്ള രീതിയിൽ RBI ഫുള്ള് റൈറ്റും അതിന്റെ എല്ലാ അവകാശങ്ങളും റൂറൽ ക്രെഡിറ്റിന്റെ മുകളിൽ അത് ഇഷ്യൂ ചെയ്യുന്നതിന്റെ എല്ലാ അധികാരങ്ങളും RBI 1982 നബാർഡ് വന്നതും അപ്പൊ തന്നെ എടുത്തു കൊടുത്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാഷണൽ ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് എന്തിനറിയപ്പെടുന്നുണ്ട്? നബാർഡിനെ അറിയപ്പെടുന്നുണ്ട്. നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബാർഡാണ്. പക്ഷേ നാഷൻസ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? RBI ആണ്. അത് മറക്കണ്ട. പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നബാർഡിന്റെ ആ പോയിന്റിൽ അറിയാൻ പറ്റും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. അപ്പൊ ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? RBI എല്ലാ റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാനുള്ള എല്ലാ റൈറ്റും ആർക്ക് കൊടുത്തു? നബാർഡിന് കൊടുത്തു. അപ്പൊ എന്തായി മാറി? റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? നബാർഡാണ്. റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് ബാങ്ക് ഏതാണ്? നബാർഡ്. ഇനി അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് വരുന്നത്. അപ്പം നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈ. ഓക്കെ, നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആക്ട് 1981, ബില്ല് എന്ന് പറയുന്നത് 1981, കെയിം ഇൻ ടു ഫോഴ്സ് 1982. പിന്നെ RBI ആയിട്ട് റൈറ്റ് ഇഷ്യൂ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1982. പിന്നെ നാഷണൽസ് ബാങ്ക് എന്നറിയപ്പെടുന്നു, ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്നു, അപ്പെക്സ് ബാങ്ക് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ടുള്ളത് മുംബൈയിലാണെന്നും പറഞ്ഞു. ഇനി ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു നബാർഡ് വരണം അല്ലെങ്കിൽ റൂറൽ ക്രെഡിറ്റ് മേഖലയിലേക്ക് ഇങ്ങനെ ഒരു അപ്പെക്സ് ബാങ്ക് വേണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്ത ആരാണ്? ശിവരാമൻ കമ്മിറ്റി അല്ലെങ്കിൽ ക്രാഫി കാർഡ് കമ്മിറ്റി. ഈ ശിവരാമൻ കമ്മിറ്റിയെ തന്നെയാണ് ക്രാഫി കാർഡ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ക്രാഫി കാർഡ്? കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇത് എപ്പോഴും എക്സാമിന് ഇതിന്റെ ഫുൾ ഫോം തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ക്രാഫി കാർഡിന്റെ ഫുൾ ഫോം പറയുന്നത്. ഈ ക്രാഫി കാർഡ് കമ്മിറ്റിനെയാണ് ശിവരാമൻ എന്നറിയപ്പെടുന്നത്. കാരണം എന്താണ്? ശിവരാമനാണ് ഈ ക്രാഫി കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി ക്രാഫി കാർഡ് വന്നത് 1979 കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത്. അതിൽ ഞാൻ ഡേറ്റ് മെൻഷൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. മാർച്ച് 30 1979 കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതിൽ നമ്മൾ പറയുന്നത് RBI ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ക്രാഫി കാർഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാനങ്ങ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അതിന്റെ വേറൊരു ക്ലാസ് ഞാൻ എന്തായാലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 1979 മാർച്ച് 30 വന്നു. RBI ആണ് അപ്പോയിന്റ് ചെയ്തത്. അത് മാത്രം അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ശിവരാമനാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ശിവരാമൻ കമ്മിറ്റി എന്നും ക്രാഫി കാർഡ് കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇവര് 1979 വന്നു. 81 എന്ത് ചെയ്തു? ആക്ട് പാസ് ചെയ്തു.
81-ലാണ് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. എന്നിട്ട് 81-ൽ തന്നെ അവർ ആക്ട് പാസ് ചെയ്തു. 82-ൽ നബാർഡ് വന്നു. ഇങ്ങനെയാണ് വരുന്നത്. 79-ൽ കമ്മിറ്റി വന്നു. പിന്നെ 81-ൽ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 82-ൽ എന്ത് ചെയ്തു? നബാർഡ് വന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു നബാർഡ് അവര് അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? രണ്ട് ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ RBIയിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചറിന് മാത്രം ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർക്കുക. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റും പിന്നെ RBIയുടെ പിന്നെ വേറെയാണ് അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ട്. ഇവർ രണ്ടുപേരെയും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ നബാർഡ് വന്നിട്ടുള്ളത്. RBIയിലെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റും അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൂടി ചേർന്നിട്ടാണ് നബാർഡ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഫണ്ടിനെ കുറിച്ചിട്ടാണ്. ഇത് നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് ഫണ്ടുകളുണ്ട്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന 2-3 ഫണ്ടാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് കണ്ടാൽ തന്നെ എന്താണ് സംഭവം? നബാർഡാണ്. റൂറൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അതെന്തായിരിക്കും? നബാർഡ് തന്നെ ആയിരിക്കും. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് വരുന്നതാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻസ് ഫണ്ട്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നബാർഡ് തന്നെയാണ്. അത്രേ ഉള്ളൂ ഫണ്ടിന്റെ കാര്യങ്ങൾ. അങ്ങനെ 3 ഫണ്ട് കേട്ടോ. അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഡേറ്റ് ആണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ, അതായത് RDIFI. കണ്ടില്ലേ? RDIFI എന്നാണ് പറയുന്നത്. ഇത് 1995, 96-ലാണ് വരുന്നിട്ടുള്ളത്. അത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് മാനേജിംഗ് കമ്മിറ്റിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നമുക്ക് വിലയിരുത്താം. മൊത്തം മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര പേരാണുള്ളത്? 15 മെമ്പേഴ്സ് ആണ് ഉള്ളത്. മാനേജിംഗ് കമ്മിറ്റിയിൽ 15 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഇതില് എങ്ങനെയാണ്? ഇതിലൊരു ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിംഗ് MLA അല്ലെങ്കിൽ MP ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പർ ആവാൻ പറ്റില്ല. അതായത് ആ 15 പേരിൽ ഒരു അംഗമാവാൻ പറ്റില്ല. ആർക്ക്? സിറ്റിംഗ് MLAക്കോ അല്ലെങ്കിൽ MPക്കോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയർമാനെ, നബാർഡിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നബാർഡിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, RBI ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? 5 വർഷമാണ് ടേം. കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ആരുടെ? ഒരു ചെയർമാന്റെ കാലാവധി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ആരായിരിക്കും ഒരു ചെയർമാൻ എന്ന് പറയുന്നതാണ്. ആരായിരിക്കും ഒരു ചെയർമാൻ? RBIന്റെ ഡെപ്യൂട്ടി ഗവർണർ. RBIയിൽ ആരാണ്? ഗവർണർ ഒരാള്, പിന്നെ 4 പേരായിരിക്കും ഡെപ്യൂട്ടി ഗവർണേഴ്സ് വരുന്നത്. അപ്പൊ അതിലൊരു ഗവർണർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നബാർഡിന്റെ ചെയർമാൻ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? RBIന്റെ ഡെപ്യൂട്ടി ഗവർണർ ആയ ഒരു വ്യക്തിയെ ആയിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ ആയിട്ട്, നബാർഡിന്റെ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? രാമകൃഷ്ണ അയ്യർ. രാമകൃഷ്ണ അയ്യർ ആണ് നബാർഡിന്റെ ആദ്യത്തെ ചെയർമാൻ. ഇപ്പൊ കറന്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാജി KV എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ചെയർമാൻ. ഓക്കെ, എത്രയും കാര്യങ്ങൾ വ്യക്തമായില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള നബാർഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ കുറച്ച് അവരുടെ സോർട്ട് ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നബാർഡ് എന്താ ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേജിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ടാബ് സ്ക്രീൻ കാണാറുണ്ടല്ലോ, ഇതിൽ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. കുറച്ച് കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം പറയുന്ന റീഫിനാൻസിങ് ഏജൻസി ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ളതാണ്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ റീഫിനാൻസിങ് ഏജൻസി ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട്? നബാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് 2 ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നബാർഡിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടി രൂപയായിരുന്നു. ഇനീഷ്യൽ ക്യാപിറ്റൽ 100 കോടി രൂപയാണ്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 500 കോടി രൂപയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്തെന്ന് പറയുന്നത്? സുരഭി. അത് നമുക്കറിയാം. ഓക്കെ, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ അറിയപ്പെടുന്നതാണ് സുരഭി എന്നുള്ളത്. ഇതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. ഇതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. അതിന്റെ ഒപ്പം തന്നെ നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് DCB ആണ്. അവിടെ DCB ആൻഡ് നബാർഡ്. ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. നോൺ ഓവർ ഡ്യൂ കവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് DCB ആൻഡ് നബാർഡ്. ഈ നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ DCBയുടെ മുകളിൽ നബാർഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. DCBയുടെ മുകളിൽ DCBകൾ ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ, ഇപ്പോ DCB ഇല്ല, ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മുകളിൽ നബാർഡ് കൊണ്ടുവന്ന ഒരു കണ്ടീഷനെയാണ് നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത്. അതായത് ഈ ലോണിന്റെ
ഡ്യൂസ് ഒക്കെ വരുന്ന അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അതിന് ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ പറഞ്ഞുതരാം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നബാർഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 1992. നമ്മൾ കുറച്ച് വുമൻസ് എല്ലാം ചേർന്നിട്ട് നടത്തുമല്ലോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മീൻസ് ആ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്. 1992 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഡാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. നബാർഡ് ഡാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ 1994 ഡാപ്പ് കൊണ്ടുവന്നു. മേ ബി അതിന്റെ ഫുൾ ഫോം ചോദിക്കാം, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഡാപ്പ് കൊണ്ടുവന്ന 1994. പിന്നെ എന്താണ്, 98, 99 അവരൊരു ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നു, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ്. അത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു 98, 99. അപ്പൊ 3 കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കൊന്ന് നോക്കാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 92 ഇൻട്രൊഡ്യൂസ്ഡ് ഡാപ്പ് ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ, 94 ഇൻട്രൊഡ്യൂസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നാണ് 1998 തൊട്ട് 99 വരെ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നബാർഡ് ആൻഡ് ലിങ്ക് ബിറ്റ്വീൻ നബാർഡ് ആൻഡ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ കേരള ബാങ്ക്. അതായത് നമുക്കറിയാം ഇപ്പൊ ഈ നബാർഡ് എന്ന് പറയുന്ന ഏറ്റവും അപ്പെക്സ് ആണ് റൂറൽ ക്രെഡിറ്റിന്റെ. ഈ നമ്മുടെ കേരളത്തിലുള്ള ചെറിയ ചെറിയ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾ വലിയ അപ്പെക്സിൽ ചെന്നിട്ടൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നബാർഡിന്റെയും കേരളത്തിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും തമ്മിലുള്ള ഒരു ലിങ്ക്, അതിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കേരള ബാങ്ക് ആണ്. കേരളത്തിലെ അപ്പെക്സ് എന്ന് പറയുന്നത് എന്താണ്? കേരള ബാങ്ക് ആണ്. അപ്പൊ നമ്മുടെ സാധാ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നബാർഡിനെയും കണക്ട് ചെയ്യുന്നതാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ICDP ഇംപ്ലിമെന്റഡ് ബൈ NCDC. NCDC ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ICDPക്കുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ആരാണ്? നബാർഡാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 90% ഓഫ് ഷെയർസ് ഓഫ് PCRDB ഫിനാൻസ്ഡ് ബൈ നബാർഡ് എന്നുള്ളതാണ്. അതായത് PCRDBക്ക് വേണ്ട, PCRDB നമ്മളിവിടെ പറഞ്ഞില്ല അല്ലെ. ഡാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്തുമായിട്ട് റിലേറ്റഡ്? ഡാപ്പ് ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ ഈസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ KCRDB. അതായത് ലോങ് ടേം ഫണ്ട് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, KCRDB, PCRDB. അപ്പോൾ ഈ ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാന് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KCRDB ആണ് അതിന്റെ ആൻസർ. പക്ഷേ ഈ ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അത് നബാർഡാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അവിടെ ഇങ്ങോട്ട് വരാം. ഇനി കൂടുതൽ കൺഫ്യൂസിങ് ആക്കുന്നില്ല. ഇനി PCRDB. PCRDBയിൽ 90% ഷെയർ എന്ന് പറയുന്നതും ആരുടേതാണ്? നബാർഡിന്റേതാണ്. ഓക്കെ, ഇനി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നബാർഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ബേർഡ് എന്ന് പറയുന്നത്. ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ രാവിലെ എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു സ്ലൈഡ് 1982 വന്നേന്ന് പറഞ്ഞിട്ട്. ആ ഒരു 1900 നമ്മുടെ നബാർഡ് വന്നില്ലേ, നബാർഡ് വന്നപ്പോൾ തന്നെ ബാങ്ക് വന്നു എന്നുള്ളതാണ്, ബേർഡ് വന്നു എന്നുള്ളതാണ്, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. പിന്നെ ലക്നൌവിൽ വന്നു. ലക്നൌവിൽ വന്ന 1983 ഈ ബേർഡ് എന്ന് പറയുന്നത് ലക്നൌവിൽ വന്നത്. ബാംഗ്ലൂരിൽ വന്ന 1984. 82 ബേർഡ് വന്നു, 83 ലക്നൌവിൽ വന്നു, 84 ബാംഗ്ലൂരിൽ വന്നു. ഓക്കെ, ഈ ബേർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിലാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി പബ്ലിക്കേഷൻസ്. ഇനി സിമ്പിൾ ആണ് കേട്ടോ, കഴിഞ്ഞു. പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ പബ്ലിക്കേഷനേ ഉള്ളൂ, ഗ്രാമീയ. അതെങ്ങനെയാണ്? അവരുടെ ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ ആണ് ഗ്രാമീയ കേട്ടോ. ഗ്രാമം, റൂറൽ അങ്ങനെയുള്ളത് ഓർക്കാലോ. അപ്പൊ ഗ്രാമീയ എന്ന് പറയുന്നത് ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ ആണ്. ഇനി അടുത്തത് സബ്സിഡിയറീസ്. ഇതിലെല്ലാ സബ്സിഡിയറീസും പഠിക്കണമെന്നൊന്നുമില്ല, എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. മെയിൻ ആയിട്ടുള്ളതാണ് നാബ് കോൺസ്. ഓക്കെ, നബാർഡിന്റെ കൺസൾട്ടൻസി സർവീസസ്, നബാർഡിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നാബ് ഫിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നാബ് കിസാൻ, നാബ് ഫൗണ്ടേഷൻ, നാബ് സമൃദ്ധി, നാബ് വെഞ്ചേഴ്സ്, നാബ് സൺറാക്ഷൻ എന്ന് പറയുന്നതൊക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ സബ്സിഡിയറീസ് ആണ്. ഇനി അടുത്തത് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ വികാസ് വളണ്ടിയർ വാഹിനിയും ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റും വരുന്നുണ്ട്. വികാസ് വളണ്ടിയർ വാഹിനി എന്ന് പറയുന്നത് VVV എന്നുള്ള ഫോമിലാണ്. ഒരു തവണ ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ VVV എന്താണെന്നുള്ളത് കേട്ടോ. VVV സ്കീം എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വികാസ് വളണ്ടിയർ വാഹിനി എന്നുള്ളതാണ്. ഇത് ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സുഖത്തിന് 2 ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് തിരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു നബാർഡിന്റെ 2 ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വികാസ് വളണ്ടിയർ വാഹിനി, ഒന്ന് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ്.
ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെച്ചാൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.